നിങ്ങളുടെ ഏതൊരാഗ്രഹവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ഇല മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നായിരിക്കും അല്ലേ? എൻ്റെ ഉത്തരം പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. നൂറ്റാണ്ടുകളായി നമ്മളെ രാഷ്ട്രത്തിലും മറ്റു മതങ്ങളിലെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. മാന്ത്രിക താന്ത്രിക വിദ്യകളെല്ലാം തന്നെ. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലെ തന്നെ ഏറ്റവും പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടൂളായ ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൂടെ തന്നെ നിരവധി വ്യക്തികൾക്കാണ് പല കാര്യങ്ങളിലും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചത്. സിദ്ധ, അതോടൊപ്പം തന്നെ പല ഒക്കൾട്ട് പ്രാക്ടീസിലെല്ലാം തന്നെ ബെയ്ലീഫ് അഥവാ കറുവപ്പട്ടയുടെ ഇല ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ അടിക്കുകയാണെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാലും ഞാൻ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എനിക്ക് ഫിനാൻഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിലെല്ലാം തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇവൻ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി പലരുടെയും ജീവിതത്തിലും വലിയ വലിയ മിറാക്കിൾസാണ് സംഭവിച്ചിരിക്കുന്നത്. ബെയ്ലീഫ് എന്ന് പറയുന്നത് സിദ്ധ ഔഷധം അല്ലെങ്കിൽ ഇതേപോലെ വശ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ ഞാൻ വശ്യം ചെയ്യാന്നുള്ള പല കോഴ്സുകളും ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്തിരുന്നു, കുറേ മുന്നേ. അന്നേരം അതിലെല്ലാം തന്നെ കണ്ട ഒരു കോമൺ ടോപ്പിക്കാണ് ബെയ്ലീഫിൽ എഴുതിയിട്ട് കത്തിക്കൂ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു കറുവപ്പട്ടയുടെ ഇല. അങ്ങനെ കറുവപ്പട്ടയുടെ ഇല നിങ്ങൾക്ക് കറുവപ്പട്ടയുടെ മരമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണങ്ങിയൊരു ഉപയോഗിക്കാം. ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച മഷി അല്ലെങ്കിൽ പച്ച ഇലയിലാണ്. ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഉണങ്ങിയിട്ട് അത് ക്രാക്കില്ലാത്ത അഥവാ നമ്മൾ പൊട്ടിപ്പോവുക കാര്യങ്ങളൊന്നും ചെയ്യാത്ത എന്നാൽ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പൂർണ്ണമായും നടക്കുകയുള്ളൂ. ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷന് ഏറ്റവും നല്ല സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ചിരാതിൽ വിളക്കോ കാര്യങ്ങളോ ഒന്ന് കത്തിക്കുക. എന്നിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മനസ്സ് ശാന്തമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിഷ്വലൈസേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ആ ബെയ്ലീഫ് ഒറ്റ ബെയ്ലീഫ് എടുത്തിട്ട് അതിലെഴുതി വെക്കുക. അതായത് ഉദാഹരണത്തിന് ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയബന്ധത്തിന് നന്ദി പറയുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് ഈവൻ ബ്ലൂ കളർ പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഉണ്ടെങ്കിൽ ഈ ഒരു കേസിൽ അതായത് ഈ ഒരു പ്രാക്ടീസിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ ജസ്റ്റ് എഴുതി വെക്കുക. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കളർ തെറാപ്പിയുടെ അടിസ്ഥാനത്തിൽ പല കളേഴ്സ് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളൊന്ന് പരിശീലിക്കുക അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലൂ കളർ പെന്നിൽ ആഗ്രഹിക്കുക, എനിക്ക് ഇത്ര ലക്ഷം രൂപ ലഭിച്ചു അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൊമോഷൻ ലഭിച്ചു എന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു ഇലയിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇല 2 കൈകളിലും വെച്ചിട്ട് ഹൃദയഭാഗത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് നിങ്ങളത് ഫീലിങ്ങോടെ കൂടെ നിങ്ങളത് വെക്കുക. ആ ഒരു ഫീലിങ്ങിൽ കറക്റ്റായിട്ടുള്ള ഫീലിങ്സ് മനസ്സിൽ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ആ ഒരു ഫീലിങ്സിനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു ഫീലിങ്സ് നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് എല്ലാം തന്നെ ആ ഒരു വ്യക്തിയുടെ ബന്ധമായിരിക്കാം, ചിലപ്പോൾ അതൊരു സമ്പത്തായിരിക്കാം, വാട്ടെവർ എന്ത് തന്നെ ആവട്ടെ, അത് ലഭിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫീലിങ്ങിൽ വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഈ ബെയ്ലീഫ് കത്തിച്ചിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലിട്ടേക്കാം. ആ പാത്രത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കരി അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് മീൻസ് ആ ഒരു ഫ്ലെയിം ഇങ്ങനെ കത്തിച്ചിട്ടുള്ള പൗഡേഴ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ചെടിക്കോ അല്ലെങ്കിൽ കാറ്റിലോ പറത്തി കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ആഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇതൊരു മെത്തേഡ്. അതായത് എന്തുകൊണ്ടാണ് പലരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം കത്തിക്കുന്നത്? സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആഗ്രഹം കത്തിക്കുന്ന സമയത്ത് അത് മനസ്സിൽ നിന്നുള്ള ആ ഒരു ടെൻഷൻ കാര്യങ്ങളെല്ലാം തന്നെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഹോമം പൂജാദ്രവ്യങ്ങളും ചെയ്യുന്ന പല ആൾക്കാരെ ഞാൻ സംസാരിച്ച സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതേപോലെ തന്നെ എണ്ണ നെയ്യെല്ലാം തന്നെ പഞ്ചഭൂതങ്ങളിലേക്കാണ്, അതായത് ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെയാണ് അവർ ലയിപ്പിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. അത് തെറ്റോ ശരിയോ എന്നുള്ള ഞാൻ പറയുന്നില്ല, മറിച്ച് ആ ഒരു കൺസെപ്റ്റിലാണ് അവർ വിശ്വസിച്ചിട്ട് ഇതേപോലെയുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബെയ്ലീഫ് മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ സൗജന്യ ക്ലാസ്സിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.